പീരുമേട് താലൂക്കിലെ തകർച്ചയിലായ ലയങ്ങളുടെ നവീകരണ പ്ലാനിനും ഫണ്ട് വിനിയോഗത്തിനും സർക്കാർ ഉത്തരവായി. 33.7 ലക്ഷം രൂപ വിനിയോഗിക്കുന്നതിനുള്ള അന്തിമ ഭരണാനുമതിയാണ് സർക്കാർ നൽകിയത്. വിഷയത്തിൽ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി സർക്കാരിന് നിവേദനം നൽകിയിരുന്നു. ഇടുക്കി വിഷൻ വാർത്തയെ തുടർന്നാണ് നടപടി. പൂട്ടിയ തോട്ടങ്ങളിലെ ലയങ്ങൾ നവീകരിക്കാൻ ധനവകുപ്പ് അംഗീകാരം നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഫണ്ട് ചിലവഴിക്കുന്നതിൽ തൊഴിൽ വകുപ്പും പ്ലാന്റേഷൻ ഡയറക്ടറേറ്റും അനാസ്ഥ കാട്ടിയിരുന്നു. ഇക്കാര്യം ഇടുക്കി വിഷൻ റിപ്പോർട്ട് ചെയ്തു. തുടർന്നാണ് നടപടി. സംസ്ഥാനത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന തകർച്ചയിലായ ലയങ്ങൾ നവീകരിക്കാൻ 2 പ്രാവശ്യമായി സർക്കാർ 20 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ തൊഴിൽ വ്യവസായ ധനവകുപ്പുകളുടെ ഏകോപനമില്ലാതെ വന്നതോടെ 3 വർഷം കഴിഞ്ഞിട്ടും 1 രൂപ പോലും ചിലവഴിക്കാൻ കഴിഞ്ഞില്ല. ഇതിനിടെ 24 വർഷമായി പൂട്ടിക്കിടക്കുന്ന പീരുമേട് താലൂക്കിലെ എസ്റ്റേറ്റുകളിൽ ലയങ്ങൾ തകർന്ന് വീണ് നിരവധി അപകടങ്ങൾ ഉണ്ടായി. ഇത് സംബന്ധിച്ചും ഇടുക്കി വിഷൻ വാർത്ത നൽകി. തുടർന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി, മുഖ്യമന്ത്രി, തൊഴിൽ ധനവകുപ്പ് മന്ത്രി എന്നിവർക്ക് നിവേദനം നൽകി. ഇതോടെ ഏറ്റവും കൂടുതൽ തകർച്ചയിലായ പീരുമേട് താലൂക്കിലെ ലയങ്ങൾ നവീകരിക്കാൻ തീരുമാനമായി. തൊഴിൽ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ നിർമ്മിതി കേന്ദ്രം 33.7 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി. എന്നാൽ തുക ചെലവഴിക്കാനുള്ള അംഗീകാരം വീണ്ടും വൈകി. ഇക്കാര്യം ഇടുക്കി വിഷൻ വാർത്തയാക്കുകയും ധനവ്യവസായ തൊഴിൽ മന്ത്രിമാർക്ക് മാടസ്വാമി വീണ്ടും കത്തയക്കുകയും ചെയ്തു. ഇതിനുശേഷം കഴിഞ്ഞ ദിവസം തുക ചെലവഴിക്കുന്നതിന് ധനവകുപ്പ് അംഗീകാരം നൽകുകയും തിങ്കളാഴ്ച പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് അന്തിമ ഉത്തരവിറക്കുകയുമായിരുന്നു. പ്ലാന്റേഷൻ ഡയറക്ടറേറ്റിന്റെ ഉത്തരവിറങ്ങിയതിനാൽ നവീകരണം ഉടൻ തുടങ്ങുമെന്നാണ് തൊഴിലാളികളുടെ പ്രതീക്ഷ. പീരുമേട് താലൂക്കിലെ അടച്ചുപൂട്ടിയ ലയങ്ങളുടെ നവീകരണത്തിന് വേണ്ടി സർക്കാർ 33,70,000 രൂപയുടെ എസ്റ്റിമേറ്റിന് അംഗീകാരം നൽകുകയും ഇപ്പോൾ തൊഴിൽ വകുപ്പ് അതിന്റെ അന്തിമ ഉത്തരവും കൂടി ഇറക്കിയിരിക്കുകയാണ്. സംസ്ഥാന നിർമ്മിതി കേന്ദ്രമായിരിക്കും ഈ ലയങ്ങളുടെ നവീകരണം ഏറ്റെടുത്ത് നടത്താൻ പോകുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് തൊഴിൽ വകുപ്പിനും അതുപോലെ തന്നെ സംസ്ഥാന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും നിവേദനം നൽകിയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ കൂടി ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വരും കാലങ്ങളിൽ ഉടൻ തന്നെ ഈ അടച്ചുപൂട്ടിയ ലയങ്ങളുടെ നവീകരണം പൂർത്തിയാക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2022-23 ബജറ്റിൽ അനുവദിച്ച 10 കോടി രൂപയിൽ നിന്നാണ് 33.7 ലക്ഷം രൂപ ചിലവഴിക്കുന്നതിനാണ് ഉത്തരവായത്. 2023-24 ബജറ്റിൽ 10 കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. ആദ്യം അനുവദിച്ച 10 കോടിയിൽ 33.7 ലക്ഷം കഴിഞ്ഞുള്ള തുകയും രണ്ടാമത് അനുവദിച്ച 10 കോടിയും ചിലവഴിക്കുന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമുണ്ടാകാനുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.